നമസ്തേ. ഓം നമഃശിവായ. എല്ലാവർക്കും ആത്മാ പ്രണാമം. ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ മാസത്തിൽ മഹാശിവധ്യാന യോഗ ക്യാമ്പ് നടക്കുന്ന വിവരം ഇതിനോടകം തന്നെ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ശിവധ്യാന ക്യാമ്പ് എന്ന് നമുക്ക് പറയാം. ഈ ഒരു ക്യാമ്പിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ധാരാളം പേര് ചോദിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങളെ പറ്റി ക്യാമ്പിൽ അതുപോലെ തന്നെ വിശേഷപ്പെട്ട വിവിധ തരത്തിലുള്ള ഗായത്രി മന്ത്ര ഉപാസന, മൃത്യുഞ്ജയ മന്ത്ര ഉപാസന, ഗ്രഹദോഷ നിവാരണ ഉപാസനകള്, നാഗദോഷ നിവാരണ ഉപാസനകള്, അങ്ങനെ വിവിധ തരത്തിലുള്ള യൗകികവും താന്ത്രികവുമായിരിക്കുന്ന വിവിധ മെത്തേഡുകള് ഈ മഹാശിവധ്യാന യോഗ ക്യാമ്പില് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ക്യാമ്പിന്റെ പ്രാധാന്യം? ഇപ്പൊ ചിലർ ചോദിച്ചു, ഞങ്ങൾ കുണ്ഡലിനി ക്രിയൊക്കെ ചെയ്യുന്നവരാണ്, വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? തന്ത്ര പഠിക്കുന്നവർ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ തന്ത്ര പരിശീലിക്കുന്നുണ്ട് ഡെയിലി, ഈ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങൾ യോഗ ചെയ്യുന്നവരാണെങ്കിലും, കുണ്ഡലിനി ക്രിയ ചെയ്യുന്നവരാണെങ്കിലും, ആയുഷ്കല പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിലും, വജ്രശക്തികല ചെയ്യുന്നവരാണെങ്കിലും, ഉയർന്ന വശിക്രിയ ശിവയോഗ വശിയോഗം പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ എല്ലാവരും പരമാവധി ഈ ക്യാമ്പിൽ പങ്കെടുക്കണം. ഇത് പ്രാക്ടീസ് ചെയ്യുന്നവർ മാത്രമല്ല, ആധ്യാത്മിക വിഷയങ്ങളില്, യോഗ വിഷയങ്ങളിൽ താല്പര്യമുള്ള ഏതൊരാൾക്കും, അത് ജാതി മത വർഗ വർണ്ണ രാഷ്ട്രഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, അതാണ്ട് ഒരു 10 വയസ്സിന് മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ഈ ഒരു മഹാശിവധ്യാന യോഗ ശിബിരത്തിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പൊ നമ്മള് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും ആരോഗ്യവും എല്ലാം ആഗ്രഹിക്കുന്നവരാണ്. ഞാനും നിങ്ങളും ഈ ലോകത്തിൽ കഴിയുന്ന എല്ലാവരും സുഖം ആഗ്രഹിക്കുന്നവരാണ്, അല്ലെ? നമ്മളുടെ സുഖത്തിന് പലപ്പോഴും തടസ്സമാകുന്നത് എന്താ? സുഖം എന്ന് പറഞ്ഞാൽ ശാരീരികമായ സുഖം, മാനസികമായ സുഖം. നമ്മളുടെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പല നേട്ടങ്ങൾ, ബുദ്ധിപരമായ പല നേട്ടങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം, ആത്മീയ സുഖം. നമ്മൾ ആത്മീയ സാധനകൾ ചെയ്യുമ്പോൾ, മന്ത്രം ജപിക്കുമ്പോൾ, ധ്യാനം ചെയ്യുമ്പോൾ, ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യജ്ഞങ്ങളിൽ പങ്കെടുക്കുമ്പോൾ, നമ്മൾ ഈ പറഞ്ഞ ശിവമഹാധ്യാന യോഗ ക്രിയാ ക്യാമ്പുകളിൽ പങ്കെടുക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദം, ഇതൊക്കെയാണ് സുഖം എന്ന് പറയുന്നത്. ആരും ദുഃഖം ആഗ്രഹിക്കുന്നില്ല, ആരും അനാരോഗ്യം ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും സുഖത്തെയാണ് തേടുന്നത്. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ ഗുഹയിൽ എല്ലാ സ്വന്തം വസ്ത്രങ്ങൾ പോലും ഉപേക്ഷിച്ച് കഴിയുന്ന ഒരു മഹായോഗിയും ആഗ്രഹിക്കുന്നത് സുഖമാണ്. പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്ന സുഖവും നമ്മൾ ആഗ്രഹിക്കുന്ന സുഖവും വ്യത്യാസമുണ്ട്. അദ്ദേഹം ആത്മീയ ആനന്ദമാകുന്ന സുഖം ആഗ്രഹിക്കുന്നു. നമ്മളെ പോലെയുള്ള ഗൃഹസ്ഥാശ്രമികൾ ആത്മീയ ആനന്ദത്തോടൊപ്പം തന്നെ ഭൗതികമായ സുഖവും, അല്ലെ? നമ്മൾ കുടുംബാംഗങ്ങളോട് ഒത്തു കഴിയുമ്പോഴുള്ള സുഖം, അച്ഛനോട് അമ്മയോട് മക്കളോട് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, അവരോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും കിട്ടുന്ന ഒരു ആനന്ദം, നമ്മളുടെ ജോലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആനന്ദം, നമുക്ക് ധനമുണ്ടാകുമ്പോൾ ആ ധനത്തിന്റെ ഒരു നിറവിൽ നിന്ന് കിട്ടുന്ന ഒരു സംതൃപ്തി, ഒരു ആനന്ദം. അങ്ങനെ ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് ഒരു ആനന്ദം, സുഖം, സന്തോഷം, ശാന്തിയാണ്. പലപ്പോഴും ഇതിനൊക്കെ തടസ്സമായി മാറുന്നത് എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ പൂർവ്വജന്മ കർമ്മങ്ങൾ എന്ന് പറയും, അല്ലെ? നമുക്ക് പൂർവ്വജന്മമുണ്ട്. പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ ഈ ജന്മത്തിന് മുമ്പ് കഴിഞ്ഞു പോയ ജന്മങ്ങളെയാണ് നമ്മൾ പൂർവ്വജന്മങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള ജന്മമാണ് നിലവിലെ ജന്മം. ഇതിനുശേഷം നമുക്ക് പുനർജന്മവും ഉണ്ടാകും എന്ന് പറയും. ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത് വരെ, അല്ലെങ്കിൽ മോക്ഷാവസ്ഥ നിർവാണാവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് വരെ നമുക്ക് ജന്മജന്മങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുക, അല്ലെ? ജ്ഞാനപ്പാനയിൽ പൂന്താനും ഒക്കെ അത് പാടിയിട്ടുണ്ട്. പുല്ലായും പുഴുവായും, അല്ലെ, നായായും നരിയായും ഒക്കെ നമുക്ക് അത് നമ്മള് ആ ഒരു ജനന മരണ ചക്രങ്ങളിലൂടെ കടന്ന് അവസാനം ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടി. അതിൽ ഈശ്വരനെ ഉപാസിച്ച് നമ്മൾ കുണ്ഡലിനി ക്രിയ, തന്ത്രയോഗം പോലെയുള്ള മെത്തേഡുകളൊക്കെ ചെയ്ത് നമ്മുടെ ഉള്ളിലെ ഷഡാധാര ചക്രങ്ങളൊക്കെ ജാഗ്രതായി കുണ്ഡലിനി ശക്തി ഉണർന്ന് ശരീര മനോ ബൗദ്ധിക ആത്മീയ തലങ്ങളില് യഥാർത്ഥ ശക്തി ചൈതന്യങ്ങൾ നിറയുമ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുക. ഭൗതിക രംഗത്ത് വിജയിക്കണമെങ്കിലും ആത്മീയ രംഗത്ത് വിജയിക്കണമെങ്കിലും ഉയർന്ന ധ്യാന മെത്തേഡുകൾ നമ്മളെ സഹായിക്കും. അപ്പൊ എന്താണ് ഈ ക്യാമ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ പൂർവ്വജന്മ കർമ്മദോഷങ്ങൾ. എന്താണ് പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ? ഇതിനു മുമ്പുള്ള കഴിഞ്ഞുപോയ ജന്മങ്ങളിലുള്ള പല കാര്യങ്ങൾ. നമുക്ക് കർമ്മം രൂപപ്പെടുന്നത് 3 തരത്തിലാണ്. മനസ്സാ ചിന്തിക്കുന്നത്, അതായത് നമ്മൾ മനസ്സുകൊണ്ട് ആലോചിക്കുമല്ലോ. വായിലൂടെ നമ്മൾ പറയുന്നത്,
കർമ്മണ, കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് കർമ്മം ഉണ്ടാകുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി, ഒരു ആക്ഷൻ എന്ന് നമുക്ക് പറയാം. ഇപ്പോ റൈറ്റ് സഹോദരന്മാര് വിമാനം കണ്ടെത്തി എന്ന് നമുക്കറിയാം ഇന്നത്തെ ആധുനിക ശാസ്ത്രം അനുസരിച്ച്. അവരാദ്യം തന്നെ വിമാനം കണ്ടെത്തുകയാണോ ചെയ്തത്? അല്ല. അതിന്റെ ആദ്യ രൂപം, അവരൊരു ആശയം, വിമാനത്തെ പറ്റി പറക്കണം എന്നുള്ള ഒരു ആശയം അവരുടെ മനസ്സിലാണ് രൂപപ്പെട്ടത്. അത് അവര് പരസ്പരം ചർച്ച ചെയ്തു. അപ്പൊ മനസ വാച പരസ്പരം ചർച്ച ചെയ്തു. കർമ്മണ, ആ വിമാനം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തു. കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ അത് രൂപം ഉണ്ടായി. നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് ആ വീടിനെ കുറിച്ച് ആദ്യം നമുക്കൊരു സങ്കല്പം ഉണ്ടാകും. അത് നമ്മൾ ഒരു ആർക്കിടെക്റ്റിനോട് പറയും, സംസാരിക്കും, അല്ലെ? മനസ്സാ നമുക്കൊരു സങ്കല്പം ഉണ്ടായി, വാച നമ്മളത് ഒരു ആർക്കിടെക്റ്റിനോട് സംസാരിച്ചു, അദ്ദേഹം നമുക്കൊരു ഡിസൈൻ ചെയ്തത് തരുന്നു. അദ്ദേഹം കൈയും കാലും ഒക്കെ ഉപയോഗിച്ച്, അല്ലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വരച്ച്, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, അതൊരു രൂപത്തിലാക്കി തരുന്നു. അപ്പൊ ഏതൊരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ്, ഒരു മൊട്ടുസൂചി മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ പേടകം വരെ ഉണ്ടാക്കിയതിന് പിന്നിൽ മനുഷ്യന്റെ ബുദ്ധിശക്തിയാണുള്ളത്. അതിന്റെ ആദ്യ രൂപം രൂപപ്പെട്ടത് അവന്റെ മനസ്സിലാണ്. അതാണ് മനസ്സാ ചിന്തകൾ. വാക്കുകളിലൂടെ നമ്മൾ കാര്യങ്ങളെ പറയുന്നു, കൈയും കാലും ഉപയോഗിച്ച്, നമ്മുടെ ശരീരം ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നു. ഇങ്ങനെയാണ് കർമ്മം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ മനസ്സാ വാച കർമ്മണ നല്ലത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മം അതിൻ്റെതായിട്ടുള്ള നല്ല ഫലങ്ങൾ നമുക്കുണ്ടാകും. കഴിഞ്ഞുപോയ ജന്മങ്ങളിൽ മനസ്സാ വാച കർമ്മണ നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അനുഭവിക്കേണ്ടി വരും. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും അതെല്ലാം നമ്മളുടെ ഈ ജീവാത്മാവ് കുടികൊള്ളുന്ന ഈ ശരീരം ഈ ജന്മത്തിൽ അനുഭവിക്കണം. ഇപ്പൊ കഴിഞ്ഞ ജന്മം നമ്മൾ ഒരുപാട് തിന്മകൾ ചെയ്തു എങ്കിൽ ഈ ജന്മത്തിൽ നമുക്ക് പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാം. ഈ ജന്മം നമ്മൾ ഒരുപാട് നന്മ ചെയ്യുന്നു, ആത്മീയ സാധനകൾ ചെയ്യുന്നു, ധ്യാനം ചെയ്യുന്നു, കുണ്ഡലിനിക്രിയ ചെയ്യുന്നു, തന്ത്ര ചെയ്യുന്നു, തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർവ്വജന്മ കർമ്മ ദോഷങ്ങള് എരിക്കപ്പെടും. വരുന്ന ജന്മങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജീവിതം തന്നെ പൂർവ്വജന്മ കൃതം പാപം വ്യാധിരൂപേണ ജായത, പല ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിന് പിന്നിലും പൂർവ്വജന്മ കർമ്മദോഷങ്ങളുണ്ട്. ഈ പറഞ്ഞ മനസാ വാച കർമ്മണ, അന്ന് നമ്മൾ ചെയ്തത്, മനസ്സുകൊണ്ട് ചിന്തിച്ചത്, വാക്കുകളിലൂടെ പറഞ്ഞത്, കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തിച്ചത് നെഗറ്റീവായ കാര്യങ്ങളാണെങ്കിൽ നമുക്കും സമൂഹത്തിനും വ്യക്തികൾക്കും ദോഷകരമായ കാര്യങ്ങളാണ്, ആക്ഷൻസ് ആണെന്ന് നമ്മൾ ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം ഇവിടെ അനുഭവിക്കേണ്ടി വരും. അതാണ് കർമ്മ നിയമം. കൊടുത്താൽ കൊല്ലത്തും കിട്ടും, വിതച്ചത് കൊയ്യും എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മളുടെ ഇപ്പോൾ ആത്മീയ സാധനകൾ ചെയ്യുമ്പോഴും അതേപോലെ ഭൗതിക രംഗത്ത് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പരാജയപ്പെടാൻ അല്ലെങ്കിൽ ഒരു പൂർണ്ണ റിസൾട്ട് കിട്ടാത്തതിന്റെ കാരണം ഈ പൂർവ്വജന്മ കർമ്മ ദോഷങ്ങളാകുന്ന, പാപങ്ങളാകുന്ന, അജ്ഞാനമാകുന്ന ഒരു കറയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്, അല്ലെ? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു പാത്രമുണ്ട്. അതൊരു സ്റ്റീൽ പാത്രമാണെന്ന് വിചാരിക്കുക. കുറെ നാൾ നമ്മളത് ഉപയോഗിക്കാതെ എവിടെയോ ഇട്ടു, പൊടിപടലങ്ങൾ പിടിച്ച്, അഴുക്ക് പിടിച്ച് അതങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അത് ആദ്യം എടുത്തു നോക്കുമ്പോൾ അതിന്റെ ശരിയായ പ്രഭ നമുക്ക് കാണാൻ പറ്റില്ല. മറിച്ച് അതിനെ നമ്മളൊരു സോപ്പും ചകിരിയൊക്കെ ഉപയോഗിച്ച്, വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകി കഴിയുമ്പോൾ അതിന്റെ പ്രഭ വെട്ടിത്തിളങ്ങും. എന്നതുപോലെ നമ്മൾ പരമശിവന്റെ മഹത്തായ ശക്തി അല്ലെങ്കിൽ ഭൗതിക ആത്മീയ രംഗത്തിൽ വിജയിക്കുന്നതിനുള്ള അതിശക്തമായ ഊർജം, എനർജി നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നാണ് യോഗശാസ്ത്രവും തന്ത്രശാസ്ത്രവും നമ്മളോട് പറയുന്നത്, ഗുരുക്കന്മാർ പറയുന്നത്. പക്ഷെ പൂർവ്വജന്മ കർമ്മങ്ങളാകുന്ന കറ, ക്ലാവ്, അഴുക്ക് ആ പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു, അല്ലെ? അപ്പോ ഒരു സ്റ്റീൽ പാത്രത്തിൽ അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശരിയായ പ്രഭ നമുക്ക് കാണാൻ പറ്റില്ല. അത് കഴുകി കഴിയുമ്പോഴാണ് അത് തിളങ്ങുന്നത്, സോപ്പും ചകരിയും ബിംബാറും ഒക്കെ ഉപയോഗിച്ച് കഴുകുമ്പോൾ. എന്നതുപോലെ നമുക്ക് വിജയിക്കാനുള്ള എല്ലാ ശക്തി ചൈതന്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ പൂർവ്വജന്മ കർമ്മങ്ങളുടെ, ദോഷങ്ങളുടെ, അജ്ഞാനങ്ങളുടെ കറ, ക്ലാവ് നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ ആസ്ട്രൽ ബോഡിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ചക്രങ്ങളിൽ വന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആത്മീയ സാധനകൾ ചെയ്യുമ്പോഴും ഭൗതികമായ പല കാര്യങ്ങൾ, അത് നമ്മളുടെ ഓരോ തലത്തിലും, നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മളുടെ ബിസിനസ്സിലും വൈവാഹിക ജീവിതത്തിലും ഒക്കെ പല പ്രശ്നങ്ങളായി വരുന്നതിന് പിന്നിൽ പൂർവ്വജന്മ കർമ്മങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. ഒപ്പം ഈ ജന്മങ്ങളുമുണ്ട്. ഈ ജന്മം നമ്മൾ ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യാതെ ഒരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് പൊട്ടിപ്പോയി. അതിനെപ്പോഴും പൂർവ്വജന്മത്തെ നമ്മൾ പഴിക്കേണ്ടതില്ല. ഈ ജന്മവും നമ്മളെ സ്വാധീനിക്കുന്നു. മനസ്സാ വാച കർമ്മണ ഉള്ള ഈ ജന്മത്തിലെ നമ്മളെ ചിന്തകളും പ്രവർത്തനങ്ങളും സ്വാധീനിക്കുന്നുണ്ട് ഭൗതിക ആത്മീയ രംഗത്തെ വിജയത്തിന്. ഒപ്പം പൂർവ്വജന്മ കർമ്മങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. അല്ല നമ്മൾ എല്ലാം പൂർവ്വജന്മമാണ്, എനിക്ക് ജന്മം ഉണ്ടായിപ്പോയി, ഞാൻ വളരില്ല, ഉയരില്ല, എന്റെ പൂർവ്വജന്മം ജാതകം നോക്കിയപ്പോൾ എനിക്ക് വലിയ ദോഷങ്ങളുള്ള ആളാണ്, ഞാൻ എന്ത് ചെയ്താലും വിജയിക്കില്ല എന്നും പറഞ്ഞിരുന്നാൽ നിങ്ങൾ വിജയിക്കില്ല. മറിച്ച് എന്ത് പൂർവ്വജന്മങ്ങൾ ഉണ്ടെങ്കിലും ശരി, ഈ ജന്മത്തിൽ ശരിയായൊരു ലക്ഷ്യം നേടാൻ, ഒരു ലക്ഷ്യം നിർണയിച്ച് നിശ്ചയിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെ ക്രിയാത്മകമായിരിക്കുന്ന ഒരു മാർഗം കണ്ടെത്തി അതിൽ
മടുക്കാത്ത മനസ്സോടുകൂടി പ്രവർത്തിച്ച് നിങ്ങൾ പോയാൽ വിജയിക്കാൻ പറ്റും. ഇപ്പോ ജാതകത്തിലോ ജ്യോതിഷത്തിലോ ഈശ്വരനിലോ ഒക്കെ വിശ്വസിക്കാത്ത ആൾക്കാർ ലോകത്തില്ലേ? ഉണ്ട്. അവരൊക്കെ പല മേഖലകളിലും വിജയിക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ പൂർവ്വജന്മം സ്വാധീനിക്കുന്നില്ലേ? സ്വാധീനിക്കുന്നുണ്ടാവാം. എല്ലാ മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്, പൂർവ്വജന്മ കർമ്മങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ അവരതിനെ മൈൻഡ് ചെയ്യുന്നില്ല. എന്റെ പൂർവ്വജന്മം എന്തായിക്കോട്ടെ, പാസ്റ്റ് ഇസ് പാസ്റ്റ്. ഈ ജന്മം ഞാൻ കൃത്യമായി ഞാൻ വിനിയോഗിക്കും. നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ സാത്താനിൽ വിശ്വസിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. മനസ്സ് ശക്തമാണോ, പോസിറ്റീവാണോ, ക്രിയേറ്റീവാണോ, നന്മ നിറഞ്ഞതാണോ, നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകും. മനസ്സ് നെഗറ്റീവാണോ, എപ്പോഴും നിരാശപ്പെട്ടതാണോ, മടി പിടിച്ചതാണോ, അലസമാണോ, നിങ്ങൾ പരാജയപ്പെടും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ സദ്ഗുണങ്ങളുടെ പൂർണ്ണ രൂപമാണ് ഈശ്വരൻ. കൃപയുടെ, കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ, അല്ലെ, നമ്മളുടെ എന്തൂസിയാസത്തിന്റെ, നന്മയുടെ ശക്തി ചൈതന്യമാണ് ഈശ്വരൻ. ഇപ്പൊ ഇതോടൊപ്പം നമ്മൾ പ്രവർത്തനത്തോടൊപ്പം സനാതനധർമ്മ വിശ്വാസം അനുസരിച്ച് ഈശ്വരനെ കൂടി ആ മഹാപ്രപഞ്ചത്തിന്റെ ചൈതന്യവുമായിട്ട് ശക്തിയുമായിട്ട് നമ്മൾ ഡെയിലി ധ്യാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി വേഗത്തിൽ നമുക്ക് വിജയങ്ങൾ ഉണ്ടാവും. ഈ പറഞ്ഞ പൂർവ്വജന്മ കർമ്മദോഷങ്ങളുടെ, പാപങ്ങളുടെ, അജ്ഞാനങ്ങളുടെ കറ നമ്മളുടെ ചക്രങ്ങളിൽ നിന്ന് കഴുകി പോവുകയും നമുക്ക് ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. അപ്പോ ഇതിനൊക്കെ സഹായിക്കുന്ന പൂർവ്വജന്മ കർമ്മ ദോഷ പരിഹാരത്തിന് സഹായിക്കുന്ന വിവിധ തരത്തിലുള്ള യൗകിക താന്ത്രിക പരിശീലനങ്ങളും ഈ ഒരു ഡിസംബർ മാസത്തിലെ മഹാശിവധ്യാന യോഗ ക്യാമ്പിലുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ പങ്കെടുത്താനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധന ചെയ്യുന്നവരും അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ താല്പര്യമുള്ളവർക്കും വളരെ വേഗത്തിൽ ഭൗതിക ആത്മീയ തലങ്ങളിൽ പുരോഗതി ഉണ്ടാക്കാനായിട്ട് പൂർവ്വജന്മ കർമ്മദോഷങ്ങളുടെ, പാപങ്ങളുടെ, അജ്ഞാനങ്ങളുടെ ആ ഒരു കറയെ വേഗത്തിൽ കഴുകിക്കളയാൻ സഹായിക്കുന്ന തരത്തിലുള്ള യൗകിക താന്ത്രിക പരിശീലനങ്ങൾ കൂടി ഈ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൗതിക രംഗത്ത്, ആത്മീയ രംഗത്ത് ജീവിതത്തിൽ വിജയിക്കണം, ഉയരണം, വളരണം, നേടണം, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും, ഭാരതീയമായ സിസ്റ്റത്തിൽ, ഗുരുപരമ്പരാ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു ധ്യാന ക്യാമ്പിൽ പങ്കെടുക്കാം. ഇത് ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ്, ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ പൂർണ്ണമായും നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ, ബോധ, ഉപബോധ, അബോധ, അതീത മനസ്സുകളെ, സ്ഥൂല സൂക്ഷ്മ ബുദ്ധിയെ, നമ്മുടെ ഷഡാധാര ചക്രങ്ങളെ യൗകിക താന്ത്രിക മെത്തേഡുകൾ ഉപയോഗിച്ച്, വിശിഷ്ടമായ പല മന്ത്രങ്ങൾ ഉപയോഗിച്ച്, മൃത്യുഞ്ജയ യജ്ഞം നമ്മൾ ചെയ്ത്, പൂർവ്വജന്മ ദുഷ്കർമ്മ ദുരിതനാശന ക്രിയകളാകുന്ന യജ്ഞങ്ങൾ നമ്മൾ ചെയ്ത്, ഗ്രഹദോഷ സർപ്പദോഷ നിവാരണ ക്രിയകൾ, പിതൃദോഷ നിവാരണ ക്രിയകൾ ഉൾപ്പെടെ നമ്മുടെ പൗരാണികരായ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്ന യൗകിക താന്ത്രിക ടെക്നിക്കുകളെല്ലാം സമ്മേളിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ധ്യാന ക്യാമ്പിന്റെ ഒരു പ്രത്യേകത. ഇത് വളരെ വലിയൊരു എനർജി നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിന്റെ 5ാമത് ധ്യാന യോഗ ക്യാമ്പാണ്. എല്ലാ വർഷവും നമ്മൾ ധ്യാന യോഗ ക്യാമ്പുകൾ നടത്താറുണ്ട്. ഈ ക്യാമ്പിന് ഈ ഒരു പ്രത്യേകത കൂടിയുണ്ട്. വളരെ വിശിഷ്ടമായിരിക്കുന്ന ചില യൗകിക താന്ത്രിക ക്രിയകൾ, മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ, ഗായത്രി മന്ത്രത്തിന്റെ, അതുപോലെ തന്നെ കുണ്ഡലിനി ക്രിയയുടെ, ലഘുതന്ത്രക്രിയയുടെ മെത്തേഡുകൾ, വിശ്വദേവതാ വന്ദന ക്രിയകൾ, ഈ പറയുന്ന തരത്തിലുള്ള പൂർവ്വജന്മ ദുഷ്കർമ്മ നാശന ക്രിയകൾ ഉൾപ്പെടെ ഉള്ള യജ്ഞകർമ്മങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്യാമ്പാണ്. 2 ദിവസം പൂർണ്ണമായ ഒരു ആത്മീയ ആനന്ദത്തിൽ, നിങ്ങൾ സാധനയിലൂടെ ആത്മീയ ആനന്ദം, ധ്യാനത്തിന്റെ അഗാധതയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, പ്രാണായാമത്തിന്റെ, മന്ത്രജപത്തിന്റെ ആ ഒരു ശക്തി ചൈതന്യങ്ങളെ ജീവിതത്തിൽ അനുഭവിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ധ്യാനയോഗ ക്യാമ്പിൽ പങ്കെടുക്കാം. സമയമുണ്ട്, ഡിസംബർ മാസത്തിലാണ്. അപ്പോ നമ്മളുടെ യോഗ ചെയ്യുന്നവരും, ആയുഷ്കലാ ധ്യാനം ചെയ്യുന്നവരും, വജ്രശക്തികലാ ധ്യാനം ചെയ്യുന്നവരും, ശിവകുണ്ഡലിനി മഹാക്രിയ ചെയ്യുന്നവരും, അതേപോലെ തന്ത്ര പ്രാക്ടീസ് ചെയ്യുന്നവരും, അതുപോലെ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൻ്റെതല്ലാത്ത പുറത്തുള്ള ഈ ആധ്യാത്മിക വിഷയങ്ങൾ താല്പര്യമുള്ള ഏതൊരാൾക്കും, 10-12 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും നിങ്ങൾക്ക് പങ്കെടുക്കാം. പരമാവധി നിങ്ങൾ കുടുംബസമേതം ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുക. കുടുംബസമേതം ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുക. ഈ പറയുന്ന യജ്ഞകർമ്മങ്ങളിലും ഇത്തരത്തിലുള്ള പ്രാണായാമ, മന്ത്രജപ, ധ്യാന ക്രിയകളിലും, യൗകിക താന്ത്രിക ക്രിയകളിലും നമുക്ക് ഒരുമിച്ച് അത് പഠിക്കാനും അത് പരിശീലിക്കാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. അതേപോലെ ഇത്രയും അധികം സാധകന്മാർ, 200ഓളം നമ്മളുടെ സാധകന്മാർ ഒന്നു ചേർന്ന ഒരു വളരെ വലിയ ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ നിറഞ്ഞൊരു അന്തരീക്ഷമായിരിക്കും നമ്മളുടെ തൃശ്ശൂര് ചാലക്കുടിയിലുള്ള ഭാഗവത ഗ്രാമത്തില് നടക്കുന്ന മഹാശിവയോഗ ധ്യാന ക്യാമ്പിലുള്ളത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരെയും ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രം മഹാശിവയോഗ ധ്യാന ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. ഓം നമഃ ശിവായ.